ഹലോ വെൽക്കം ടു അഡ്വഞ്ചേഴ്സ് ഓഫ് പങ്കി ആൻഡ് ധോണി. ഇന്നത്തെ വീഡിയോ ഗോ സിറ്റി പാസിനെ പറ്റിയാണ്. ഗോ സിറ്റി പാസ് ഞങ്ങൾ സിംഗപ്പൂർ ട്രിപ്പിന് വേണ്ടി പർച്ചേസ് ചെയ്ത ഒരു പാസ്സാണ്. ആക്ച്വലി ഇത് കുറേ അട്രാക്ഷൻസ് കവർ ചെയ്യുന്ന ഒരു സിംഗിൾ പാസ്സാണ്. സോ എങ്ങനെ പാസ് എടുക്കുക, എന്താണ് ഈ പാസ്സിൽ എന്തൊക്കെയാണ് അട്രാക്ഷൻസ് ഉള്ളത്, അതെങ്ങനെ പർച്ചേസ് ചെയ്യും, എങ്ങനെ റെഡീം ചെയ്യും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. സോ നമ്മൾ ഗോ സിറ്റി പാസ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അതിൻ്റെ വെബ്സൈറ്റ് കിട്ടും. വെബ്സൈറ്റ് ഓപ്പൺ ആകുമ്പോൾ ഇതാണ് എൻ്റെ സൈറ്റിൻ്റെ പേജ്. സോ രണ്ട് ടൈപ്പ് പാസസ് ഉണ്ട്. ഒന്ന് എക്സ്പ്ലോറർ പാസും ഒന്ന് ഓൾ ഇൻക്ലൂസീവ് പാസും. സോ എക്സ്പ്ലോറർ പാസ് എന്ന് പറയുമ്പം ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് അട്രാക്ഷൻസ് ആണ്. അതായത് നമുക്ക് എത്ര അട്രാക്ഷൻ എത്ര ദിവസം കൊണ്ട് കവർ ചെയ്യാം. പക്ഷേ 3 അട്രാക്ഷൻ ഉള്ളെങ്കിൽ 3 അട്രാക്ഷൻ മാത്രമേ ആ പാസിൽ കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഓൾ ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം എത്ര വേണേലും നമുക്ക് കവർ ചെയ്യാം. അത് ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഓഫ് ഡേയ്സ് വി ആർ പിക്കിങ്. ഇപ്പോൾ 3 ഡേയ്സ് ആണെങ്കിൽ 3 ഡേയ്സ് നമുക്ക് ഈ പാസിലുള്ള അട്രാക്ഷൻസ് എത്ര വേണേലും നമുക്ക് ഒരു പ്രാവശ്യം എല്ലാ അട്രാക്ഷൻസും നമുക്ക് കയറാൻ പറ്റും. So visit 3 attractions of your choice, 60 days from your first visit. You should visit as many attractions as you like for 3 days, valid for 3 calendar days. അതായത് നമ്മൾ 3 ഡേ പാസ് ആണെങ്കിൽ വാലിഡ് ഫോർ 3 calendar days from the first use. സോ ഇതാണ് അതിൻ്റെ മെയിൻ ഡിഫറൻസ് വരുന്നത് ഓൾ ഇൻക്ലൂസീവ് പാസിൻ്റെയും എക്സ്പ്ലോറർ പാസിൻ്റെയും. ഇനി ഏതൊക്കെ അട്രാക്ഷൻസ് അവർ കവർ ചെയ്യുന്നതെന്ന് നോക്കാം. സോ യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് കവർ ചെയ്യുന്നുണ്ട്, പക്ഷേ ഓൾ ഇൻക്ലൂസീവ് പാസിൽ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. പിന്നെ സിംഗപ്പൂർ കേബിൾ കാർ പാസ് ഉണ്ട്, സിംഗപ്പൂർ സൂ, നൈറ്റ് സഫാരി, ഓക്കെ. പിന്നെ ഗാർഡൻസ് ബൈ ദ ബേയിൽ ഫ്ലവർ ഡോമും ക്ലൗഡ് ഫോറസ്റ്റും കിട്ടും. സിംഗപ്പൂർ സൂ, നൈറ്റ് സഫാരി, പിന്നെ ഒരു $125 വൗച്ചർ റോയൽ ആൽബർട്രോസ് കിട്ടും. പിന്നെ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്, സിംഗപ്പൂർ ഡക്ക് ടൂർസ്, റിവർ വണ്ടേഴ്സ്, ബേർഡ് പാരഡൈസ്, ഫ്ലോറ ഫാൻറ്റസി, സെൻറ്റോസ 4D അഡ്വഞ്ചർ ലാൻഡ്, സെൻറ്റോസ ഐലൻഡ് ബസ് ടൂർ, റാഫൽസ് കോർട്ട്യാർഡ്, ലോങ് ബാർ എക്സ്പീരിയൻസ്, വിങ്സ് ഓഫ് ടൈം, മാരൻ ഡെസേർട്ട്, സ്കൈ പാർക്ക്, അതിൽ ജയൻറ്റ് വിങ്ങും സ്കൈ ബ്രിഡ്ജും മാത്രമേ കിട്ടും. ദെൻ ട്രിക്കായ് മ്യൂസിയം, നാഷണൽ ഗാലറി. നാഷണൽ മ്യൂസിയം ഡിഫറെൻ്റ് ആണെന്ന് തോന്നുന്നു, നാഷണൽ ഗാലറി കിട്ടും. പിന്നെ ലെറ്റ്സ് ഗോ ടൂറിൽ ഡേ സൈക്ലിങ്ങിനുള്ള പാസ്, പിന്നെ ആർട്ട് സയൻസ് മ്യൂസിയം, പിന്നെ മറീന ബേ സാൻഡ്സിൻ്റെ ഒബ്സർവേഷൻ ഡേ. ഇത് ആക്ച്വലി ബിഫോർ 4 o'clock ടൈം വരെയുള്ള പാസ്സേ ഉള്ളൂ കേട്ടോ. പിന്നെ നൈറ്റ് സൈക്ലിംഗ് മറീന ബേയിൽ, പിന്നെ വെർച്വൽ റിയാലിറ്റി ഫൈറ്റ്, ഓതൻറ്റിക് അപ്രിസിയേഷൻ, സെൻറ്റോപ്പിയ, മിഷ്ലിൻ ലോക്കർ ഹോക്കർ ഫുഡ്, സിംഗപ്പൂർ സ്ട്രീറ്റ് ഫുഡ് ആൻഡ് നൈറ്റ് ടോർ, പിന്നെ വൈൽഡ് വാട്ടർ പാർക്ക്, ക്യാൻഡിൽ മേക്കിംഗ്, പിന്നെ പൈനാപ്പിൾ ടാർട്ട്സ്, ജുവൽ ചങ്കിയിൽ കനോപ്പി പാർക്കും ഉണ്ട്, സ്കൈ ബ്രിഡ്ജ് ഉണ്ട്, ഹെഡ്ജ് മേസും മിറർ മേസും ഉണ്ട്. സീ ലൈഫ് മലേഷ്യയിലാണ്, ലിഗോലാൻഡും മലേഷ്യയാണ്. സയൻസ് സെൻറ്റർ പ്ലസ് ഒമ്നി തിയേറ്റർ, പിന്നെ സിംഗപ്പൂർ ഡിസ്കവറി, കയാക്കിംഗ്, പവലിയോൺ, ബേർഡ് പാരഡൈസിൽ നെക്സ്റ്റ് തിയേറ്റർ, നേവി മ്യൂസിയം,
ബേ നൈറ്റ് വാക്കിംഗ് ടൂർ, ഹെൽത്ത് മിസൈലും, സെൻറ് ജോൺസ് ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യുന്നു. എനിക്ക് അവിടെ ചെന്നിട്ടുള്ള ക്വസ്റ്റിൽ മാത്രമേ ഉള്ളൂ ഇവരുടെ പാസ്. അങ്ങോട്ട് ചെല്ലാനുള്ള ഫെറിയോ അതൊക്കെ നമ്മൾ തന്നെ പേ ചെയ്യണം. പിന്നെ അന്ന് ഞങ്ങൾ പോയപ്പോൾ ഈ വൗച്ചർ അവൈലബിൾ അല്ലായിരുന്നു റോയൽ ആൽബർട്രോസിൻ്റെ ഡോക്സൈഡ് റെസ്റ്റോറൻറ്റിൽ. സോ ഇതൊക്കെയാണ് നമ്മുടെ ഗോസിറ്റി പാസിൽ വരുന്നത്. സോ ഞങ്ങൾ ഗോസിറ്റി പാസ്സാണ് മോസ്റ്റ്ലി യൂട്ടിലൈസ് ചെയ്ത്. പ്ലസ് ഇതിലില്ലാത്ത അട്രാക്ഷൻ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ടിക്കറ്റ് എടുക്കേണ്ടി വന്നു. അതായത് സി അക്വേറിയത്തിന് ഇല്ലായിരുന്നു. പിന്നെ പ്ലാനിലുണ്ടായിരുന്നത് ഫ്ലയർ ആയിരുന്നു, പക്ഷേ അത് ടൈം കിട്ടാത്തതുകൊണ്ട് നടന്നില്ല. നമുക്ക് പാസ് എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മെയിൻ പേജ് തന്നെ ഒന്നുകൂടി എടുത്തിട്ട് അവിടെ ബൈ എ പാസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് 2 ഓപ്ഷൻ കാണിക്കും, ഓൾ ഇൻക്ലൂസീവ് പാസും എക്സ്പ്ലോറർ പാസും. അതിൽ ഓൾ ഇൻക്ലൂസീവ് പാസ്സാണ് ഞാൻ ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ബുക്കിങ്ങാണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾ ഇൻക്ലൂസീവ് പാസ് സെലക്ട് ചെയ്യുക. പിന്നെ നമ്പർ ഓഫ് ഡേയ്സ്, നമ്മൾ എത്ര ഡേയ്സാണ് ഉദ്ദേശിക്കുന്നത്, 3 days 4 days 5 days. അപ്പോൾ അതനുസരിച്ച് നമ്പർ ഓഫ് ഡേയ്സ് ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ 3 day പാസ്സാണ് കാണിക്കുന്നത്. 3 day പാസ് ക്ലിക്ക് ചെയ്തു. പിന്നെ നമ്മൾ എത്ര പേരുണ്ടെന്ന് എൻ്റർ ചെയ്യണം. ഇപ്പം ഞങ്ങൾ 2 പേര്, ഞാൻ ടോണി. എന്നിട്ട് ആഡ് ടു ബാസ്ക്കറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ടോട്ടൽ എമൗണ്ട് ഒരു $718 സിംഗപ്പൂർ ആണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് അഗെയിൻ നമ്മുടെ ഓർഡർ കൊടുത്ത ഡീറ്റെയിൽസ് ഒന്നും കൂടി ഡിസ്പ്ലേ ചെയ്യും. എന്നിട്ട് ഗോ ടു ചെക്ക് ഔട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പം ഞങ്ങൾ ജൂൺ 2024 സിംഗപ്പൂർ വിസിറ്റ് ചെയ്ത്. അപ്പോൾ ആ ടൈമിൽ ഒരു സിംഗപ്പൂർ ഡോളർ എന്ന് പറയുന്നത് റഫ്ലി ഒരു 62 ഇന്ത്യൻ റുപ്പീസ് ആയിരുന്നു. ഇനി നമ്മുടെ നെയിം, മെയിൽ ID ഒക്കെ എൻ്റർ ചെയ്യുക. പിന്നെ ഫോൺ നമ്പർ, പിന്നെ ട്രാവൽ ഡേറ്റ്. അതിനുശേഷം നമ്മൾ മെയിൻ പേജിൽ ഒരു ഫ്ലാഷ് 10 എന്ന് പറഞ്ഞൊരു പ്രൊമോഷൻ കോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എൻ്റർ ചെയ്യാണ്. അത് അപ്ലൈ ചെയ്തപ്പോൾ ടോട്ടൽ എമൗണ്ട് ഒരു $646.20 സിംഗപ്പൂർ ഡോളേഴ്സായി. അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ടു ബില്ലിംഗ് എന്ന് ഓപ്ഷൻ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ബില്ലിംഗ് അഡ്രസ്സും നമ്മൾ എൻ്റർ ചെയ്യണം. അപ്പോൾ ഓട്ടോമേറ്റഡ് ഡേറ്റ എൻട്രി വഴി ഉണ്ട്, പക്ഷേ എൻ്റെ അത്ര ശരിയായില്ല. അപ്പോൾ ഞാൻ എൻ്റർ യുവർ അഡ്രസ് മാനുവലി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ കൺട്രി നെയിം എൻ്റർ ചെയ്യുക, അഡ്രസ്സ് എൻ്റർ ചെയ്യുക, പിന്നെ സ്റ്റേറ്റ്, പിന്നെ പിൻകോഡും. അതിനുശേഷം കണ്ടിന്യൂ ടു പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് 3 പേയ്മെൻറ്റ് ഓപ്ഷൻ കാണിക്കും, പേപാൽ, ജിപേ, ക്രെഡിറ്റ് കാർഡ്. ഞാൻ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടാണ് ബുക്ക് ചെയ്ത്. അപ്പോൾ എൻ്റെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തു. അതിനുശേഷം കൺഫേം ആൻഡ് പേ ബട്ടൺ ഞെക്കി. നമുക്ക് ആ സെയിം ഡേ തന്നെ കൺഫർമേഷൻ മെയിൽ കിട്ടും. പിന്നെ അതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പാസ് റെഡിയാണെന്ന് പറഞ്ഞുള്ള മെയിലും കിട്ടി. അപ്പോൾ മെയിലിലുള്ള ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നമ്മൾ ഗോസിറ്റി പാസ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ മെയിലിലൊരു പാസ് നമ്പറും അല്ലെങ്കിൽ സിൻക്യോ പാസ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്, അതുവഴി ഡയറക്റ്റ്ലി ചെയ്യാം. അല്ലെങ്കിൽ പാസ് നമ്പർ നമുക്ക് മെയിലിൽ തന്നെ ഒരു ഷോ യു പാസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പാസ് നമ്പർ കാണാം, അത് വെച്ച് സിങ്ക് ചെയ്യാം.
ഞാൻ മൊബൈലിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തു. പ്ലേ സ്റ്റോറിൽ നിന്ന് ഞാൻ ഗോസിറ്റി പാസ് ആപ്പ് ഓക്കെ അത് ക്ലിക്ക് ചെയ്തു. പിന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യും. ഇത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്കൊരു സ്റ്റാർട്ട് എക്സ്പ്ലോറിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറേ സിറ്റീസ് കാണാം. അപ്പോൾ ഇതിൽ സിംഗപ്പൂർ ഓക്കെ യെസ്. അപ്പം നമുക്ക് അതിൻ്റെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ടൂൾ ബാർ കാണാം. അതിൽ നമ്മുടെ പാസസ് എന്ന് പറഞ്ഞ് കാണിക്കും. ഞാൻ ഓൾറെഡി ഇത് സിങ്ക് ചെയ്തുകൊണ്ട് എൻ്റെ പാസ് ഡയറക്റ്റ്ലി അത് കാണിക്കുന്നുണ്ട്. ഞാൻ അതിന് ശേഷം വീഡിയോ എടുത്തത്. അപ്പോൾ ഇതാണ് എൻ്റെ സിങ്ക് ചെയ്ത പാസ്. അപ്പോൾ നമുക്കൊരു QR കോഡ് കാണും. ഈ QR കോഡാണ് നമ്മൾ എല്ലായിടത്തും പോയി സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ ആ സ്കാൻ ചെയ്തിട്ട് ചില സ്ഥലത്ത് അത് ടിക്കറ്റായിട്ട് അവർ റെഡീം ചെയ്ത് തരും. അല്ലാത്തടത്ത് ഇത് പാസ് തന്നെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ എൻ്റർ ചെയ്യാം. പിന്നെ ഉള്ളത് പേഴ്സ് വാലി എന്ന് പറഞ്ഞുള്ളൊരു കാര്യമാണ്. പേഴ്സ് വാലി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻഡിവിജ്വൽ അട്രാക്ഷൻ്റെ എല്ലാ പ്രൈസും കൂടി ആഡ് ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ വാല്യൂ കിട്ടും. അത് ഈ പേഴ്സ് വാല്യൂവിനേക്കാളും കൂടുതലാവാൻ പാടില്ല. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ 3 ഡേ പാസ് എടുത്തത്. അപ്പോൾ 3 ഡേ പാസിനൊരു പേഴ്സ് വാല്യൂ ഉണ്ട്. അതായത് 1090 സിംഗപ്പൂർ ഡോളേഴ്സാണ്. അപ്പോൾ നമ്മുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അട്രാക്ഷൻ, അതായത് യൂണിവേഴ്സൽ സ്റ്റുഡിയോസ്, അതിന് ഇവർ $82 കാണിക്കുന്നത്. പിന്നെ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് അതിന് $51 കാണിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ടോട്ടൽ ചെയ്ത് വരുമ്പോൾ 1090യേക്കാളും കൂടുതൽ കൂടാൻ പാടില്ല. പക്ഷേ അതൊരിക്കലും ഒരു പേടിക്കേണ്ട കാര്യമല്ല. കാരണം ഒരിക്കലും അത് കൂടാൻ പോകുന്നില്ല. നമുക്കിതെല്ലാം കൂടി ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ കണ്ടു തീർക്കുന്ന അത്ര എളുപ്പമല്ല. അതുകൊണ്ട് അതൊരു വലിയ പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ ഒരു ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ചില അട്രാക്ഷന് ബുക്കിംഗ് വേണം. അപ്പം നമ്മൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പാസ് സിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും നേരത്തെ അത് ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ചിലതൊക്കെ ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റ്സേ കാണുകയുള്ളൂ. ഡക്ക് ടൂർസിനൊക്കെ ലിമിറ്റേഷൻ ഉണ്ട്, പ്രത്യേകിച്ച് സീസണിൽ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ നൈറ്റ് സഫാരിക്ക് നമുക്ക് നേരത്തെ ബുക്ക് ചെയ്യണം. പിന്നെ സൈക്ലിംഗ്, അങ്ങനെ കുറച്ച് ഫുഡ് ടൂർ, അതൊക്കെ നേരത്തെ ബുക്ക് ചെയ്താലേ നമുക്ക് സ്ലോട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യാം. പിന്നെ ബുക്ക് ചെയ്തതിന് ശേഷമുള്ള ക്യാൻസലേഷനെ പറ്റി എനിക്ക് വലിയ ധാരണയില്ല. ഞങ്ങളൊന്നും ക്യാൻസൽ ചെയ്യേണ്ടി വന്നിട്ടില്ല. ക്യാൻസൽ ചെയ്താൽ അത് പിന്നീട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഞാനൊരു ബുക്കിംഗ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാൻ യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് എൻ്റെ പേജ് എടുത്തു. യൂണിവേഴ്സൽ സ്റ്റുഡിയോ പേജ് തുറക്കുമ്പോൾ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും കാണും. അപ്പോൾ അതിൻ്റെ കൂടെ ബുക്കിംഗ് റിക്വയർഡ് എന്ന് എഴുതിയിട്ടുണ്ട്. പ്ലസ് ബുക്ക് ചെയ്യാനുള്ളൊരു ലിങ്കും അവർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ പ്രസ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ പാസ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് സെയിം ഡേ ബുക്കിംഗ് ആണ്. സെയിം ഡേ ബുക്കിംഗ് ചെയ്തുകൊണ്ട് അന്ന് രാവിലെ തന്നെ ബുക്ക് ചെയ്ത്. അപ്പോൾ ഒരു റിമൈൻഡറൊക്കെ വെക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ രാവിലെ യാത്രാക്ഷീണം കൊണ്ടൊന്ന് ഉറങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മറന്നു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഐറ്റിനറി ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ദിവസമാണോ പ്ലാൻ ചെയ്തേക്കുന്നത് അന്ന് രാവിലെ എണീറ്റ് ഇത് ബുക്ക് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് പാസ് നമ്പർ എൻ്റർ ചെയ്യുക. പിന്നെ ഒരു ക്യാപ്ചർ കോഡും ഒരു ഇമേജാണ്, അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബുക്ക് ചെയ്തു. പിന്നെ അവിടെ ചെന്നിട്ട് ഈ QR കോഡ് കാണിച്ചാൽ മതി. അവർ സ്കാൻ ചെയ്ത് നമ്മളെ അകത്ത് കയറ്റിക്കോളും. പിന്നെ നൈറ്റ് സഫാരിയുടെ കേസാണെങ്കിൽ നമ്മൾ ഒരു 48 hours മുമ്പെങ്കിലും നമ്മുടെ ബുക്കിംഗ് നടത്തിയിരിക്കണം. അപ്പോൾ ആ കേസിൽ നമ്മൾ ഇവർക്ക് മെയിൽ അയക്കുകയാണ് ചെയ്യുന്നത്. മറ്റോട് ജസ്റ്റ് പോയിട്ട് ഓപ്പൺ ചെയ്ത് ആ ഡേറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മൾ മെയിൽ അയക്കണം. അപ്പോൾ ഒരു മെയിൽ ID അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ മെയിൽ IDയിലേക്ക് നമ്മുടെ പാസ് നമ്പർ വെച്ചൊരു മെയിൽ അയച്ചാൽ മതി. ഏത് ദിവസം ഏത് ടൈം സ്ലോട്ടെന്ന് നമുക്ക് ആവശ്യമുള്ളത് അത് ചോദിച്ച് മെയിൽ അയച്ചാൽ മതി. മെയിൽ അയക്കുമ്പോൾ അവർ നമുക്ക് കൺഫർമേഷൻ അതിൻ്റെ കാര്യം ഞങ്ങൾക്ക് തോന്നുന്നു ഒരു പിറ്റേ ദിവസം തന്നെ അത് കിട്ടി. സിംഗപ്പൂർ ആക്ച്വലി ഒരു സേഫ് കൺട്രിയാണ്. നമുക്കൊരു ട്രാവൽ ഏജൻറ്റ് സഹായം ഇല്ലാതെ തന്നെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രിയാണ്, എക്സെപ്റ്റ് ഫോർ വിസ. ഓക്കെ, അപ്പോൾ പറ്റുമെങ്കിൽ എല്ലാവരും വിസിറ്റ് ചെയ്യുക.
താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. എനിക്ക് തോന്നുന്നു എൻ്റെ സിംഗപ്പൂർ വീഡിയോ നിങ്ങളുടെ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്ന്.